എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചില്ലി ഗോപിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം കേട്ടോ. കോളിഫ്ലവർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ റെഡിയാക്കി എടുത്തേക്കണതാണ്. ക്യാപ്സിക്കം, ഒരു 2 ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 തക്കാളി അതും സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടാം. പിന്നെ ഒരു 3 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് മാരിനേഷന് വേണ്ടിയിട്ട് 1 സ്പൂൺ മൈദ, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കോളിഫ്ലവറൊക്കെ അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ മതി കേട്ടോ. കോട്ടിങ്ങിന് ആവശ്യമായ 1 സ്പൂണ് മൈദയും 1 സ്പൂണ് കോൺഫ്ലവറും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയുമാണ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഒരു സൈഡായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇത്രയും ഫ്രൈ ചെയ്യാൻ മതി. ഇത് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കറിയിൽ കടിക്കാനായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ കറിയൊക്കെ വീട്ടിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കൊക്കെ. ഇനി ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവാള ഇത്രയും വാടിയാൽ മതി. ഇനി എല്ലാവരും കൂടി കിടന്ന് പിന്നെയും വേവുമല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് നിർത്താം കേട്ടോ. 2 ചെറിയ ക്യാപ്സിക്കമാണ് കേട്ടോ ഇത്. വീഡിയോ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞ് വേഗം കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ. ഇനി നമുക്ക് ആ തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് ഒരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ
ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് പേരിന് ഇത്തിരി ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മളിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കണ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കണത്. ഇതിനകത്ത് കൂടുതൽ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല. നമുക്കപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഹോട്ടലിലെ പോലെ ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത് കേട്ടോ ഈ കറി. എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ പിള്ളേർക്കും ചേട്ടനൊക്കെ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 50 ml-ൻ്റെ 2 ചെറിയ കുപ്പി ടൊമാറ്റോ സോസ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തത്. പിന്നെ ഈ കുപ്പിയിൽ തന്നെ കുറച്ച് ഹോട്ട് വാട്ടർ മിക്സ് ചെയ്തിട്ട് ആ കുപ്പി ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്തോട്ട് വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആ കുപ്പി തന്നെ ഒന്ന് കുലുക്കിയിട്ട് ഇതാണ് ചെറിയ കുപ്പിയാണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ കുപ്പീനകത്ത് തന്നെ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ഗ്രേവി ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ ഇത് കഴിക്കാൻ ഗ്രേവി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അതാണ് ഞാൻ ഗ്രേവി ആക്കിയത്. ഇതിനകത്തോട്ട് നമ്മൾ സോസുകളായിട്ട് ഞാൻ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ഒരു ചില്ലി സോസ് വെച്ചിരുന്നത്. വളരെ കുറച്ച് പേരിന് വേണ്ടിയിട്ട് മാത്രം. അത് വീഡിയോ എടുക്കണ കാരണം ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ചേർത്താണ്. ഞാൻ സാധാരണ ഈ സോസൊന്നും ഞാൻ ചേർക്കാറില്ല. ഓൺലി ടൊമാറ്റോ സോസ് കേട്ടോ. ചില്ലി സോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അധികം താമസമൊന്നുമില്ല. നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇതിനകത്ത് മല്ലിയിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉള്ള ഐറ്റം വെച്ചിട്ട് തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ. നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പം ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മല്ലിയില നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ വിതറി അലങ്കരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. താങ്ക് യു.